കുഞ്ഞൂട്ടൻ തുടങ്ങുന്നു. കുരുടൻ പൂച്ച അതിനെ ചാടിപ്പിടിച്ച് അകത്താക്കി. അതിൻ്റെ പപ്പും പുടയും ചവച്ചു തുപ്പി. പൂച്ച പിറുപിറുത്തു. വകതിരിവില്ലാത്ത വക. അത് കൊള്ളാലോ, എൻ്റെ കയ്യിലുള്ള 5 സ്വർണ്ണ നാണയങ്ങൾ അത്ഭുത വയലിൽ കുഴിച്ചിടാം. പിറ്റേന്നു എനിക്കെത്ര നാണയം കിട്ടുമോ ആവോ. കുഞ്ഞൂട്ടൻ കണക്കിൽ അല്പം പിറകിലാണല്ലോ, അതാണ് സംശയം വന്നത്. അവനെ സമാധാനിപ്പിച്ചു പൂച്ച പറഞ്ഞു, എന്താ സംശയം, 2500 നാണയം കട്ടായം കിട്ടും. അവന് സന്തോഷം അടക്കാനായില്ല. 5-ന് പകരം 2500 നാണയം. അവൻ തുള്ളിച്ചാടി. എങ്കിൽ തക്കതായ പാരിതോഷികം ഞാൻ നിങ്ങൾക്കും തരുന്നുണ്ട്. എനിക്ക് വലിയ നേട്ടമുണ്ടാവുമ്പോൾ ചങ്ങാതിമാരെ നിങ്ങൾക്കും അതിലൊരു പങ്ക് വേണ്ടേ? കുറഞ്ഞത് 500 നാണയമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരും. അവൻ ഉറപ്പുകൊടുത്തു. ഏയ്, ഞങ്ങൾക്ക് പണമൊന്നും ആവശ്യമില്ല. നിനക്കൊരു സഹായം ചെയ്യണമെന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അതിന് നീ കണക്ക് പറഞ്ഞ് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. കുരുടൻ പൂച്ച കള്ളപ്പിണക്കം നടിച്ചു. വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നമുക്കുടനെ മണ്ടൻ നാട്ടിലെ അത്ഭുത വയലിലേക്ക് പോകാം. അവൻ ഉത്സാഹത്തോടെ മുന്നിൽ നടന്നു. അവന് പിന്നിൽ മുടന്തനും കണ്ണുപൊട്ടനും കള്ളച്ചുരിയുടെയും. തണുത്ത കാറ്റ് അവനെ തഴുകി കടന്നുപോയി. വിചാരിച്ചതിലുമൊക്കെ ദൂരമുണ്ടായിരുന്നു മണ്ടൻ നാട്ടിലേക്ക്. ഏറെ ദൂരം നടന്ന് അവൻ ക്ഷീണിച്ചു. കൈകാലുകൾ തളർന്നു. നെഞ്ച് ക്രമാതീതമായി ഉയർന്നു താണു. തൻ്റെ ചങ്ങാതിമാർക്കാണെങ്കിൽ ലവലേശമില്ല ക്ഷീണം. ഇനി മുന്നോട്ട് നടക്കാനാവില്ല എന്ന് തോന്നിയപ്പോൾ കുഞ്ഞൂട്ടൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ചങ്ങാതിമാരെ, ഇനിയും കുറെ ദൂരമുണ്ടോ അത്ഭുത വയലിലേക്ക്? ഇല്ല, കുറച്ച് ദൂരേയുള്ളൂ. പക്ഷെ നേരം നന്നായി ഇരുട്ടിയില്ലേ? ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ബുദ്ധിയല്ല. നായും നരിയും ഒക്കെയുള്ള വഴിയാണ്. കുറുക്കൻ പറഞ്ഞു. അപ്പം നമ്മളിനി എന്ത് ചെയ്യും? അവൻ നിരാശയായി. ദാ, ഇതിന് തൊട്ടടുത്ത് ഒരു വഴിയമ്പലമുണ്ട്. നമ്മൾ നടന്ന് കുറെ ക്ഷീണിച്ചതുമാണല്ലോ. നമുക്ക് ഈ രാത്രി അവിടെ മുറിയെടുത്ത് കിടന്നുറങ്ങാം. ഞങ്ങൾക്ക് തീരെ വിശപ്പില്ല. എന്നാലും നിനക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് പേരിനെന്തെങ്കിലും ഞങ്ങൾ കഴിക്കാം. അതിനുള്ള പണം ഞങ്ങൾ കൊടുത്തോളാം. പൂച്ച ഒന്ന് ഞെരിപിരി കൊണ്ടു. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ അവനും സമ്മതം മൂളി. അപ്പോഴേക്കും അവർ വഴിയമ്പലത്തിന് മുന്നിലെത്തി ഇരുന്നു. കുറുക്കൻ അതിൻ്റെ സൂക്ഷിപ്പുകാരനെ കണ്ട് 2 മുറികൾ വാടകയ്ക്കെടുത്തു. പിന്നെ ഭക്ഷണശാലയിൽ ചെന്നിരുന്നു തീറ്റ തുടങ്ങി. കുഞ്ഞൂട്ടൻ 2 കഷ്ണം അപ്പമാണ് കഴിച്ചത്. ഒട്ടും വിശപ്പില്ലാതിരുന്ന കുറുക്കൻ മുയലിറച്ചിയും കോഴിയിറച്ചിയും ഉണക്കമീനും തവളപ്പല്ലി എന്നിവയും പൊരിച്ചതും തിന്നു. പൂച്ചക്ക് കുന്നോളം മീനും അത്ര തന്നെ ഇറച്ചിയും മാത്രമേ വേണ്ടി വന്നുള്ളൂ. അവ തിന്നു പല്ലുകുത്തിക്കൊണ്ട് അവർ പറഞ്ഞു, ഓ, ഈയിടെയായി തീരെ വിശപ്പില്ല. തിന്ന ഭക്ഷണം ഞൊടിയിടൽ ദഹിച്ചു. അത് കണ്ടപ്പോൾ അവനും വയറു നിറഞ്ഞപ്പോൾ അവർ വിശ്രമിക്കാനൊരുങ്ങി. കുറുക്കന്റെ നിർദ്ദേശപ്രകാരം അവനും പൂച്ചയും ഒരു മുറിയിൽ, കുഞ്ഞൂട്ടൻ മറ്റൊരു മുറിയിലുമാണ് ഉറങ്ങാൻ കിടന്നത്.